ഇടതുകോട്ടയെന്ന ഖ്യാതി തിരികെ പിടിക്കാൻ തോൽവിയേറിയാത്ത തെരഞ്ഞെടുപ്പ് ചരിത്രമുള്ള വി ജോയിയാണ് ആറ്റിങ്ങലിൽ CPM ഇത്തവണ മത്സരരംഗത്തിറക്കുന്നത്. വി ജോയി റിപ്പോർട്ടറിനൊപ്പം ചേരുകയാണ്. ആറ്റിങ്ങൽ എന്താണ് വിജയപ്രതീക്ഷയുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ? പൊതുവെ ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള മണ്ഡലമാണ് ഈ മണ്ഡലം. അതിനു പുറമെ 7 നിയമസഭാ മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിൻ്റെ കൈകളിലാണ്. ഇടതുപക്ഷത്തിൻ്റെ MLA-മാരാണുള്ളത്. അവർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് കൃത്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കും. വി ജോയി MLA ആണ്, പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ്, ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിത്വം കൂടി. അപ്പോൾ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്ന കാര്യത്തിൽ CPM വലിയൊരു പ്രതിസന്ധി അഭിമുഖീകരിച്ചു വരുന്നു. ഇത്രയും ചുമതലകൾ വഹിക്കുന്ന ഒരു വി ജോയിയെ തന്നെ സ്ഥാനാർത്ഥിത്വം ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ അവിടെ സ്ഥാനാർത്ഥി ദാരിദ്ര്യം CPM അഭിമുഖീകരിച്ചു എന്നുള്ള പ്രചരണം സ്വാഭാവികമായും ഉയരില്ലേ? ഒരിക്കലുമില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ഒരു ദാരിദ്ര്യവും ഇല്ല. പക്ഷെ പാർട്ടി കാണുന്നത് കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാൻ പറ്റുന്ന, കൂടുതൽ പേർക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥാനാർത്ഥി വരുന്നതാണ് കൂടുതൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകളുടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കിയിട്ടാണ് പാർട്ടി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് തീരുമാനിക്കുന്നത്. മറ്റു ഘടകങ്ങളെല്ലാം വേറെയാണ്. പാർട്ടി തരുന്നതാണ് പാർട്ടി സെക്രട്ടറി സ്ഥാനം. പിന്നെ MLA എന്നുള്ള നിലയിൽ ഇപ്പോൾ 2ാമത്തെ ടേണാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ടും ആ ഒരു വിഷയം ഇതിനകത്ത് വരുന്നില്ല. സ്വാഭാവികമായും ജയിച്ചു കഴിഞ്ഞാൽ MLA സ്ഥാനം രാജിവെക്കേണ്ടി വരും. അപ്പോൾ ഒരു അധികാര സ്ഥാനത്തിന് വേണ്ടി വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളെ കൈവിട്ട് പുതിയൊരു അധികാരസ്ഥാനം ഏറ്റെടുക്കുന്നു എന്നുള്ള പ്രചരണം UDF ക്യാമ്പ് സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ അഴിച്ചുവിടും. അതിനെ എങ്ങനെയായിരിക്കും പ്രതിരോധിക്കുക? വർക്കലയിലെ ജനങ്ങൾ ഒരിക്കലും പറയില്ല അത്തരമൊരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു എതിരഭിപ്രായം പറയുമെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു മണ്ഡലത്തിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ, ആളുകൾക്ക് പ്രയോജനകരമായി എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുമോ അത് ഈ 7.5 വർഷം കൊണ്ട് ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇതുവരെയുള്ള അടൂർ പ്രകാശിൻ്റെ MP എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങളെ വി ജോയി വിലയിരുത്തുന്നത്? അല്ല, അടൂർ പ്രകാശ് കേരളത്തിലെ ഒരു മന്ത്രിയായിരുന്നല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് അദ്ദേഹത്തെ നേരത്തെ തന്നെ അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ്. മന്ത്രിമാരെയെല്ലാം ഭൂരിഭാഗം ആളുകൾക്കും അറിയാം. പക്ഷേ ഇവിടെ MP ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഏത് വിധത്തിലായിരുന്നു എന്നുള്ളത് ജനങ്ങൾ വിലയിരുത്തും. അങ്ങനെ വിലയിരുത്തുമ്പോൾ നിശ്ചയമായിട്ടും ആളുകൾക്കറിയാം MP ജനങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും ഉണ്ടായിരുന്നയാളല്ല. ഈ നാടിൻ്റെ വികസന പ്രവർത്തനത്തിൽ ഒരു ചെറുവിരൽ അനക്കാൻ ഇവിടുന്ന് ജയിച്ചു പോയ MP-ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. മണ്ഡലത്തിൽ ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി സൃഷ്ടിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം BJP-യുടെ സാന്നിധ്യമാണ്. കഴിഞ്ഞ 1 വർഷമായി കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. BJP-യുടെ ഈ ഒരു മത്സര രംഗത്തെ സാന്നിധ്യം CPM എങ്ങനെയാണ് വിലയിരുത്തുന്നത്? BJP-യെ കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിലായിട്ട് കുറച്ച് കൂടുതൽ വോട്ട് പിടിച്ചു വരുന്നുണ്ട്. അത് അപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ഉപയോഗപ്പെടുത്തിയാണ്. കഴിഞ്ഞ തവണ അയ്യപ്പൻ്റെ പേരിലാണ് വോട്ട് BJP-ക്ക് അനുകൂലമായിട്ട് പോയത്. ആ കഴിഞ്ഞ തവണ BJP-ക്ക് അനുകൂലമായി അയ്യപ്പൻ്റെ പേരിൽ പോയ വോട്ട് ഇപ്രാവശ്യം ഞങ്ങൾ തിരിച്ചു പിടിക്കും. അയ്യപ്പൻ്റെ പേരിൽ പോയ വോട്ടുകൾ ഇടത് പാളയത്തിൽ നിന്ന് തന്നെ പാളയത്തിൽ നിന്ന് വോട്ട് അയ്യപ്പൻ്റെ പേരിൽ പോയിട്ടുണ്ട്, കുറച്ച് വോട്ടുകൾ പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ. കാരണം വിശ്വാസികളായിട്ടുള്ള ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ധാരാളമുണ്ട്. അപ്പോൾ പ്രചണ്ഡമായിട്ടുള്ള ഞങ്ങൾക്കെതിരായിട്ടുള്ള പ്രചരണം അന്ന് പല ആളുകളെയും ഒരു ആശയക്കുഴപ്പത്തിലേക്ക് എത്തിക്കുകയും ഞങ്ങളുടെ കുറച്ച് വോട്ടുകൾ മാറിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ മതന്യൂനപക്ഷങ്ങൾ എൻ ബ്ലോക്കായി UDF-നൊപ്പം അണിനിരക്കുന്ന ഒരു സാഹചര്യം, അത് വർക്കലയിലും ആറ്റിങ്ങലിലും ഒക്കെ എങ്ങനെയാണ് അതിനെ മറികടക്കാൻ CPM-ന് LDF-ന് സാധിക്കുക? അത് ഇതിനകത്ത് വരുന്നത് BJP-യുടെ ഭരണം വളരെ ഭയത്തോടു കൂടിയിട്ടാണ് ന്യൂനപക്ഷങ്ങൾ കാണുന്നത്. മണിപ്പൂരിലെ സംഭവം അതാണ് കാണിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അതാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം ജ്ഞാൻവാപി പള്ളിക്കകത്ത് താഴത്തെ അറയിൽ പൂജ നടക്കുകയാണ്, മണിയടിക്കുകയാണ്, മുകളിൽ ബാങ്ക് വിളിക്കുകയാണ്. ഇത് മതന്യൂനപക്ഷം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ ഇന്നത്തെ ഭരണാധികാരികൾ എടുക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള മതേതര വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ നിൽക്കുകയാണ്. അത് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആരാണ് ഞങ്ങൾക്ക് വേണ്ടി പാർലമെൻറ്റിൽ സംസാരിക്കുന്നത്? ഈ കഴിഞ്ഞ 5 വർഷക്കാലവും ഇവിടെ നിന്ന് പോയിട്ടുള്ള കോൺഗ്രസിൻ്റെ MP-മാർ ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്നുകിൽ ആബ്സെൻ്റ് ആയിരിക്കും, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്ന സാഹചര്യമാണുള്ളത്. അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ അംഗസംഖ്യ കുറവാണെങ്കിലും
ഇടതുപക്ഷമാണ് കൃത്യമായി ശബ്ദിക്കുന്നത്, അഭിപ്രായങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ഇപ്രാവശ്യം ലോക്സഭയിലേക്ക് പോകണം എന്ന നിലപാട് നിശ്ചയമായിട്ടും മതന്യൂനപക്ഷങ്ങൾ സ്വീകരിക്കും. വി ജോയിയാണ് ഇത്രയും നേരം തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകളൊക്കെ തന്നെ പങ്കുവച്ചത്. മണ്ഡലത്തിലെ MP-യുടെ അസാന്നിധ്യം, ഇടതുപക്ഷത്തിൻ്റെ മതേതര നിലപാട്, ഇതെല്ലാം ആറ്റിങ്ങലിൽ LDFന് വിജയം ഉറപ്പാക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ ശരത് കെ ശശി, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.